ഹായ് ഫ്രണ്ട്സ്, ടൂറിലോട്ട് പോവാം. അതെ, ഇങ്ങനെ ഓർത്ത് സാഡായി എന്ത് ചെയ്യുക. അങ്ങനെ ഒരു ബോയ് ഇങ്ങനെ ഹീറോയിനെ നോക്കുമായിരുന്നു. ഇത് ടെൻഷൻ. അതെ, ജാക്സാണ് നോക്കിയത് ഹീറോയിനെ. അടുത്ത് വരെ നോക്കി. വി വന്നു. ജാക്സൺ ഒരാൾ വിളിച്ച്. ജാക്സൺ സംസാരിക്കാം. വി വന്നു. മാം മതി വന്ന് വി അടുത്തോണ്ട് വിളിച്ചോണ്ട് പോയി വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ ജാക്സൺ തിരിഞ്ഞൊക്കെ ഹീറോയിനെ കാണുന്നില്ല. എവിടെ പോയി തേടി കിട്ടിയില്ല. വി വി ഹീറോയിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതെ, വിക്കറിയും പിന്നെ കൊണ്ടുവന്നത് ബെഡിലിട്ട്. പിന്നെ ബെഡിലും ഇതാക്കിയിട്ട് താഴെ പോയി. ഞാൻ അവിടെ നിന്ന് പോകുന്നു. എൻ്റെ വീക്ക് മനസ്സില്ല. ഹീറോയിൻ വീട്ടിൽ ലോക്ക് ചെയ്ത് വീട് ഫുൾ ലോക്ക് ചെയ്ത് അകത്ത് വന്നു. അങ്ങനെ ഹീറോയിൻ നോക്കും. ഹീറോയിൻ ഡ്രസ്സ് ഷോർട്ട് ഡ്രസ്സാണ്, ബ്ലാക്ക് ഡ്രസ്സ്. ഹീറോയിൻ ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്. കുറച്ച് കാണുന്നു. അങ്ങനെ ഹീറോ എന്താ ചെയ്യാം. സോറി മിയ, അത് എനിക്ക് വീക്ക് ഹീറോയിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ക്രഷ് മതി. അങ്ങനെയായിട്ട് ഓക്കെ പറഞ്ഞു. അങ്ങനെ കിസ് അടിക്കാൻ തുടങ്ങി. ഹീറോയിൻ ഒന്നും ഇട്ടാൽ കേട്ടില്ല. ഇപ്പോൾ വി എന്ന് സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം നടന്നു. ഹീറോയ്ക്ക് വീക്ക് മൊത്തം എല്ലാം നടന്നു. ഹീറോ രാവിലെ വെച്ച് കണ്ണു നോക്കി. ഹീറോയ്ക്ക് ഷോക്കാണ്. അങ്ങനെ വി നോക്കാം. വി പറഞ്ഞു അത് എന്ന് വി ഇങ്ങനെ തലയായിരുന്നു. ഹീറോ അത് എന്ത് ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ സാറില്ല, ഇതും എൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ വി പറയാൻ തുടങ്ങി. മാം അത് എന്തോ അത് ഐ ലവ് യു എന്ന് പ്രപ്പോസ് ചെയ്തു. റിങ് മുട്ടിയിട്ട് പ്രപ്പോസ് ചെയ്തു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. നീ സീരിയസ് ആണോ? അത് സീരിയസ് ആണ്, പിടിക്കുക എന്ന് വി പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഹീറോ സ്മൈൽ ചെയ്ത് പിന്നെ തല ചെയ്തു. വീണ്ടും പിടിച്ച് ചെയ്തു. അങ്ങനെ അവിടെ റൊമാൻസ് വീണ്ടും നടന്നു. വി കഴിഞ്ഞ ഹാപ്പിയായിരുന്നു. വീനോട് പറയാൻ തുടങ്ങി. എനിക്കെന്നെ പിടിക്കും എന്ന് വീനോട് പറഞ്ഞു. അങ്ങനെ വി നോർമൽ ടെൻഷൻ. വീന് ഡാഡി കോൾ ചെയ്ത് നടന്ന കാര്യം പറഞ്ഞു. ഡാഡി വീൻ്റെ മമ്മി വിളിച്ചായിരുന്നു. അങ്ങനെ വീൻ്റെ മമ്മി ഞാൻ വരില്ല എന്ന് മുറിച്ചിട്ട് പറഞ്ഞാണ്. അങ്ങനെ വീണ്ടും ഹീറോയ്ക്കും മാരേജ്, വീക്കും മാരേജ്. അങ്ങനെ രണ്ടുപേർക്കും മാരേജുമായി. വീക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹീറോയ്ക്കൂടെ എന്നാണ് ഹീറോയിൻ്റെ ഡാഡി മമ്മി സമ്മതിച്ചായിരുന്നു. ജാക്സൺക്ക് ടെൻഷനായി. ജാക്സൺ പറഞ്ഞ ഹീറോയ്ക്ക് ശരി ഇവനൊക്കെ അതിന് ഇഷ്ടമില്ല. അങ്ങനെ ജാക്സൺ അവിടുന്ന് പോയി. അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പി ആയി വീൻ്റെ കൂടെ. അങ്ങനെ നൈറ്റാണ്. ഹീറോയെ അകത്ത് വന്ന് ലോക്ക് ചെയ്ത്. വി നോക്കും. വി അവിടെ ഇരുന്ന് ഹീറോയിനെ ലോക്ക് ചെയ്ത് ബെറ്റിൽ റൊമാൻസ്. വി അത് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേർ റൊമാൻസ് ഭയങ്കര റൊമാൻസ് ചെയ്ത്. ഇപ്പോൾ വി എന്ന് രണ്ടുപേർക്ക് എല്ലാം നടന്നു. അങ്ങനെ ഹാപ്പി ചെയ്തിട്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഫോൺ വന്നു. ഹലോ, ജേഹബ് ആണ്. ജേഹബ് കോൾ ചെയ്തു. ഇപ്പോൾ രാവിലെ ആയിരുന്നു. നൈറ്റ് എല്ലാം റൊമാൻസ് ചെയ്യുന്ന രാവിലെയാണ് കോൾ ചെയ്തത്. മാഡം എന്താ ജേഹബ്? മാം ചെറിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഇല്ല, ഇപ്പോൾ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വാ മാം. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് സക്സസ് ചെയ്യണം. ശരിടാ, ഇപ്പോൾ പ്രോബ്ലം നീ സോൾവ് ചെയ്തു. ശരി മാം എന്ന് പറഞ്ഞു. 2 നാൾ കഴിഞ്ഞിട്ട് 3 നാൾ ഹീറോയി പോയി. ഓഫീസ് നോക്കുക. ഹാപ്പി മാരേജ് ലൈഫ് എന്ന് പറഞ്ഞ് 2 പേർക്ക് വിഷ് ചെയ്തു. അത് വീണ്ടും പുറകിൽ ഒരു പെണ്ണുണ്ട്. അതെ, ഹീറോയ്ക്ക് സെക്യൂരിറ്റി പറഞ്ഞ ഗേൾ സെക്യൂരിറ്റി. അന്ന് വീണ് വളരെ കണ്ണുണ്ടായിരുന്നു. അങ്ങനെ ആ പെണ്ണു വീണ് പാവമായി നോക്കാൻ തുടങ്ങി. ജേഹബ് വന്ന് മണ്ടക്കൊരു പുള്ളിയിട്ട് എന്താ നോക്കുന്നത്? അല്ല വി കമ്മിട്ടാണല്ലേ അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ജിമ്മി ഭയങ്കര ആൻസമായിട്ട് വരാതെ. അതെ, ആ പെണ്ണിൻ്റെ പേര് ദിയാന്ത്. യഥാർത്ഥ ജിമ്മി നോക്കി. ജിമ്മി ആൻസ് എയർ സ്പെൽ ചെയ്ത് ജിമ്മിനെ പിടിക്കാൻ ജിമ്മിന് വന്ന് അവൾക്ക് പ്രപ്പോസ് ചെയ്ത് അവൾ അക്സെപ്റ്റ് ചെയ്തു. അതെ, ജിമ്മിന് പറയുന്നതാണ്. അതെ, ജിമ്മിനെ സൈറ്റ് അടിക്കായിരുന്നു. ജിമ്മിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൾക്ക് ജിമ്മിനെ പിടിക്കുമായിരുന്നു. മാത്രമേ വീന് പിടിക്കുമായിരുന്നു. അത് ജിമ്മിന് ലവ് അക്സെപ്റ്റ് ചെയ്തു. അതൊരു ക്രഷായിരുന്നു വീന് മേലെ. ലവറിന് ജിമ്മിന് മേലെ ഉണ്ടായിരുന്നു. ജിമ്മിനിക്ക് മനസ്സിലായിരുന്നു. കുറച്ച് ഗേൾസോടെ അത് ചോദിച്ചു നോക്കുമ്പോൾ കുടിച്ചപ്പോൾ ജിമ്മിനെ കൂടെ അവൾ എല്ലാം നടന്നായിരുന്നു. ജിമ്മിനോട് പറഞ്ഞു അങ്ങനെ പ്രൊപ്പോസ് ആയിരുന്നു വൈൻ കുടിച്ച. പിന്നെ അവർക്ക് റൊമാൻസ് എന്ന് ജിമ്മിന് സ്മെൽ ചെയ്തായിരുന്നു. അങ്ങനെ രണ്ടുപേരും ക്ലോസ് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ പ്രഗ്നൻ്റായി. ഇപ്പോൾ ഹീറോയിൻ്റെ കയ്യിൽ ബേബീസ് ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ ഹീറോയ്ക്ക് 5 ബേബീസ് കിട്ടും. അതെ, ഒരു പ്രസവത്തിൽ 5 ബേബി ജനിച്ച്. അങ്ങനെ ഒരു വീണറായിരുന്നു. ഗേൾസ് ബേബി. അതെ, 3 ഗേൾസ് ബേബി, 2 ബോയ്സ് ബേബിയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയതിന് കുറച്ച് ഡേയ്സ് പോകാതെ. ഇപ്പോൾ കുട്ടികളെല്ലാം സ്കൂളിൽ പോകാതെ. ഇപ്പോൾ കുട്ടികൾക്ക് 6 വയസ്സായി. മോം ഇപ്പോൾ ഹീറോയിൻ പറയാൻ തുടങ്ങി. എന്താടാ
എന്താ ചെയ്യുമ്പോൾ അങ്ങനെ ഹിറോ ഇപ്പോൾ പെട്ടിട്ടാണ് ഹീറോ അങ്ങനെ വീണ്ടും അങ്ങനെ സ്കൂളിൽ പോകുന്നത് ഇത് വീണ്ടും മമ്മി ഡാഡി നോക്കുക ഇത് അവിടെ നോക്കുക ഞങ്ങളുടെ പേരെ വെച്ച് ഇത് കണ്ട വീണ്ടും മമ്മിക്ക് സാഡായിരുന്നു. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ ഹീറോ ഇങ്ങനെ ഇത് കഴിച്ചാൽ ഹീറോ സംസാരിക്കാൻ ഹീറോയ്ക്ക് വി ഓഫീസിൽ പോയിരുന്നു. ഇപ്പോൾ വി ആണ് കമ്പനി CEO ആയിട്ട്. അതെ സെക്രട്ടറി മതി വി കൊണ്ട് അങ്ങനെ 2 പേർ CEO മതി അങ്ങനെയായിട്ട് ഹീറോ പെയിൻ ഹീറോയ്ക്ക് അറിയാൻ തുടങ്ങിയ ഇത് അവിടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു ഗേൾ അവർക്ക് കേട്ട് ബാ ഹോസ്പിറ്റൽ എല്ലാവരും വീണ്ടും മമ്മിയിൽ വന്ന ഹോസ്പിറ്റൽ വി ഓടി കൊണ്ട് വന്നു എന്ത് പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കായിരുന്നു വിക്ക് അങ്ങനെ പ്രസവിച്ച് ഗേൾ ബേബി ആയിരുന്നു. അതെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഗേൾ ബേബി പറഞ്ഞു അങ്ങനെ കൊണ്ട് സോറിപ്പാ ഡോക്ടർ പറഞ്ഞു സോറിപ്പാ ഗേൾ ബേബി അല്ല ബോയ് ബേബി എന്ന് പറഞ്ഞു ഡോക്ടർ. ഇതൊരു ജോക്ക് പറഞ്ഞു അങ്ങനെ സിസ്റ്റർ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ഹാപ്പിയായി ബോയ് ബേബി അങ്ങനെയായിട്ട് എല്ലാവരും ബേബീസ് ഇപ്പോൾ ജിമിൻ പറയും ആൻറ്റി നിങ്ങൾ ബേബീനെ എത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ജിവിൻ്റെ മമ്മി ബേബീനെ എത്തി ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇപ്പോൾ അവരായിട്ട് അങ്ങനെ ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ വീണ്ടും മമ്മി ഇവിടെ നിന്ന് സെറ്റിലായിട്ട് അങ്ങനെ ആറമ്മനല്ല നോക്കി ആറമ്മക്ക് ഒരുപാട് ബേബീസും ഉണ്ട്. ഇപ്പോൾ ആറമ്മക്ക് ഇപ്പോൾ 5 ബേബി അതെ ഇപ്പോൾ ഉണ്ടോ ആറും വരാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഹീറോ കേൾക്കാം മമ്മി ഗ്രാമത്തിൽ പോകുന്നില്ലേ? ഇല്ലടാ ഞങ്ങൾ ഇവിടെ നിന്നിരിക്കാം. എന്താ മമ്മി ഗ്രാമത്തിൽ പോകാതെ? ഇല്ലടാ ഗ്രാമത്തിലെ നോക്കുന്നതിൻ്റെ ചേച്ചി നോക്കാൻ പോകാമെന്ന് പറഞ്ഞു. ആറാമത് ഷോക്കായി. എന്ത് ചേച്ചിയാ? അതെ ആറാമത് ചേച്ചിയാണ്. അവർ നോക്കാൻ പോവാം. അവർക്ക് കൊടുത്തത് നോക്കുന്നു ഞങ്ങളിവിടെ നിരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് അങ്ങനെ എല്ലാവരും ഹാപ്പി ഫാമിലീസ് ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. അതെ ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ബേബീസ് പറയാൻ തുടങ്ങി മോം ഗ്രാൻഡ് എന്ത് പറ്റി? നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാ ഡാഡി ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പോവാ നിങ്ങൾ ഡ്രസ്സ് ഇട്ട് റെഡി ആയിട്ട് പോവാ. ഇങ്ങനെ 2 ഗ്രാൻഡ് എല്ലാവരും ഫാമിലി അതെ വീണ്ടും ആറമ്മൻ്റെ ചേച്ചിയായിരുന്നു. എല്ലാവരും ഫാമിലി ആയിട്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ ടൂർ പ്ലേസ് എല്ലാം പോയിട്ട് എല്ലാവർക്കും ഇറങ്ങി. അങ്ങനെയായിട്ട് ഹാപ്പി എൻഡിങ്.